എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ തന്നെ +2 കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷാ ഫലങ്ങൾ എന്നിവ മെയ് 2 വീക്കോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ +2 റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് +2വിന് ശേഷം പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2വിന് ശേഷം ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്തും നിങ്ങൾ അതിന് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഏകദേശം 3 തരത്തിൽ വിദ്യാർത്ഥികളുണ്ടാവും. അതായത് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കോഴ്സ് എടുത്താൽ മതി പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളാണെങ്കിൽ ഏതെങ്കിലും കോഴ്സ് കിട്ടിയാൽ മതി, അത് ഞാൻ പഠിച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ടാവും. അതായത് ഇന്ന കോഴ്സ് പഠിക്കണം, അതുപോലെ ഇന്ന കാര്യത്തിൽ ജോലി ചെയ്യണം, അതുപോലെ ഇന്ന വിഭാഗത്തിൽ ഇത്ര സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ പല വിദ്യാർത്ഥികളും പല ലക്ഷ്യം വെച്ചിട്ടാണ് അല്ലെങ്കിൽ പല തരത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം, അതുപോലെ ഏത് മേഖലയിലാണ് ജോലി ചെയ്യാൻ താല്പര്യം, ഇതനുസരിച്ച് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനും പലതരത്തിലുള്ള റീസൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ, അതായത് ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നേടാൻ സാധിക്കുക എന്നുള്ളത് അനുസരിച്ച് വേണം വിദ്യാർത്ഥികൾ ഓരോ കോഴ്സും തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നിലവിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 200-ലധികം കോഴ്സുകൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, അതായത് +2വിന് ശേഷം പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്ത് ഇന്ന കോഴ്സ് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും ആ ഒരു കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള രീതിയിൽ പോയിട്ട് പഠിക്കരുത്. കാരണം നിങ്ങളുടെ സുഹൃത്തിന് ചിലപ്പോൾ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാകും, അത് ഇന്ന ജോലി നേടണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല, നിങ്ങൾ ആ ഒരു സുഹൃത്ത് പഠിക്കുന്നത് കൊണ്ട് ഞാനും ആ ഒരു കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. കാരണം നിങ്ങളുടെ ഡ്രീം ചിലപ്പോൾ, അത് നിങ്ങളുടെ ആഗ്രഹം ഇന്ന് മറ്റൊരു മേഖലയിൽ ജോലി ചെയ്യാൻ ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു സുഹൃത്ത് എടുത്ത ആ ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു കോഴ്സ് കൊണ്ട് പ്രത്യേകിച്ച് ചില സമയത്ത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ സുഹൃത്ത് പഠിച്ച ആ ഒരു കോഴ്സ് തന്നെ പഠിക്കുകയും എന്നാൽ ആ ഒരു മേഖലയിലേക്ക് പിന്നീട് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് ആ ഒരു മേഖലയിൽ ജോലി നേടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചായിരിക്കണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഡിഗ്രി കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകളുണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറിയാം, എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കീമിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള ആ ഒരു അഡ്മിഷന് വേണ്ടി നീറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടി നാറ്റ പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ വിവിധ മേഖലകളിലേക്ക് വിവിധ പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകളെക്കുറിച്ച് ആദ്യം നോക്കാം. ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ BA കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ BBA കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ BCA അതായത് BBA കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ BCA കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ BCom ഉണ്ട്, അതുപോലെ തന്നെ BSc ഉണ്ട്. ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ BA കോഴ്സിൽ വരുന്നത് വിവിധ തരത്തിൽ BA മലയാളം, BA ഇംഗ്ലീഷ്, അതുപോലെ BA ഹിസ്റ്ററി, അതുപോലെ വിവിധ തരത്തിലുള്ള BA കോഴ്സ് ഉണ്ട്. അതുപോലെ BA ഏവിയേഷൻ വരുന്നുണ്ട്. BBA കോഴ്സിൽ തന്നെ BBA ഏവിയേഷൻ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഏവിയേഷൻ കോഴ്സിൻ്റെ കാര്യം പറയാൻ കാരണം, ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2വിന് ശേഷം ഏവിയേഷൻ മേഖലയിൽ, അതായത് എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ പൈലറ്റ് ഒക്കെ ആവാനായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏവിയേഷൻ മേഖലയിൽ എയർ ഹോസ്റ്റസ് ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കോഴ്സ്, അതായത് BA ഏവിയേഷൻ ഉണ്ട്, അതുപോലെ BBA ഏവിയേഷൻ ഉണ്ട്, എന്നിങ്ങനെ വിവിധ ഏവിയേഷൻ മേഖലയിലുള്ള ജോലിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിച്ചാൽ ഏവിയേഷൻ മേഖലയിൽ എയർ ഹോസ്റ്റസ് ആവാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടല്ല ജോലി കിട്ടുക, നിങ്ങൾ അന്വേഷിച്ചാലേ ജോലി കിട്ടുള്ളൂ. അതായത് ഈ ഒരു വിവിധ എയർലൈനുകൾ നടത്തുന്ന ഇൻ്റർവ്യൂകൾ, അതായത് എയർ ഹോസ്റ്റസിനായിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ട് വേണം നിങ്ങൾ അതിലേക്ക് അഡ്മിഷനല്ല ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. +2വിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുത്ത് നേരിട്ടായാലും ഈ ഒരു എയർ ഹോസ്റ്റസ് ആവാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എയർ ഹോസ്റ്റസ് ആവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പൈലറ്റ് ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ അതിന് നിങ്ങൾ കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പൈലറ്റ് ആവാനായിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ഈ ഒരു ഏവിയേഷൻ കോഴ്സിലേക്ക് ആ ഒരു
അപേക്ഷയൊക്കെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏവിയേഷൻ കോഴ്സിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫീസാണ്. ഫീസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷത്തോളം രൂപയാണ് കൊമേഴ്ഷ്യൽ ലൈസൻസ് ലഭിക്കുന്നതിനായിട്ട്, അതായത് പൈലറ്റ് ആവുന്നതിനായിട്ടുള്ള ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഏകദേശം ഫീസ് കുറവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവാറുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവിധ സേനകളിലെ ഈ ഒരു പൈലറ്റ് ആവാനുള്ള ആ ഒരു അപേക്ഷയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ സേനകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റർ പൈലറ്റുകൾ ആവാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. അതായത് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ സൈനിക യാത്രാ വിമാനങ്ങളും ഒക്കെ പറത്തുന്നതിനായിട്ടുള്ള ആ ഒരു ലൈസൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമിയിൽ, അതായത് സേനകളിൽ ജോയിൻ ചെയ്താൽ മതിയാകും. അതിനായിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഹെൽത്ത് എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, അതുപോലെ വിഷൻ എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗ്യത നേടിയാൽ മതിയാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിവിധ സേനകളിൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാനുള്ള അവസരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BA, അതുപോലെ തന്നെ BBA, അതുപോലെ തന്നെ BCA, BCom, അതുപോലെ BSc എന്നിങ്ങനെ വിവിധ കോഴ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു BA ഏവിയേഷൻ, BBA ഏവിയേഷൻ എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക നിങ്ങൾ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കോഴ്സുകളും എല്ലാ കോളേജിലും ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ BA ഏവിയേഷൻ, അതുപോലെ BBA ഏവിയേഷൻ എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്തായിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ദൂരത്തൊക്കെയുള്ള കോളേജുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്ന കോളേജുകളാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കാം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അത് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത്. ഇനി ഒരു BA, BBA, BCA, BCom, BSc എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിൽ അഡ്മിഷൻ നേടാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിഗ്രി കോഴ്സുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്. അതായത് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കുസാറ്റ് എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികൾ +2 റിസൾട്ട് വന്ന ശേഷമാണ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള റിസർവേഷൻ അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ നൽകുകയും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ BA ഏവിയേഷൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ BCA താല്പര്യമുണ്ടെങ്കിൽ BA ഏവിയേഷൻ ആദ്യം കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് +2 റിസൾട്ടിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷം ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ +2 തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വിവിധ യൂണിവേഴ്സിറ്റികൾ സപ്ലിമെൻ്ററി വിഭാഗം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വിഭാഗം രജിസ്ട്രേഷനായിട്ട് രജിസ്ട്രേഷൻ അനുവദിക്കാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ലൈറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള പേരിലാണ് ഈ ഒരു രജിസ്ട്രേഷൻ നൽകാറുള്ളത്. ചില യൂണിവേഴ്സിറ്റികൾ ഏകദേശം MG യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, അത് സപ്ലിമെൻ്ററി എന്നുള്ള രീതിയിലല്ല, ജസ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഏകദേശം 4th അല്ലെങ്കിൽ 3rd അലോട്ട്മെൻറ്റ് ആവുന്ന സമയത്താണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ +2 സേ പരീക്ഷ എഴുതി ജയിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. അപ്പോൾ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഈ ഒരു BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സിന് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടാനും സാധിക്കും, അതുപോലെ കേരളത്തിന് പുറത്തും അഡ്മിഷൻ നേടാൻ സാധിക്കും. +2വിൻ്റെ അതായത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ മാർക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് lbscenter.kerala.gov.in എന്ന LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ നൽകുന്നത്. അതുപോലെ തന്നെ AIMSS-FNCK എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ PNC-MEC എന്നുള്ള വെബ്സൈറ്റ് വഴി പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കോളേജുകളിലേക്കും BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2വിന് ശേഷം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് LBS വെബ്സൈറ്റ് വഴിയും അതുപോലെ AIMSS-FNCK വെബ്സൈറ്റ് വഴിയും PNC-MEC വെബ്സൈറ്റ് വഴിയും ഒക്കെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് രൂപ ഫീസ് ഇനത്തിൽ വരാറുണ്ട്. അതുപോലെ മറ്റ് ചിലവുകളും ഒക്കെ കൂട്ടുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഒരു വർഷം വരാറുണ്ട്. അതായത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് വരിക. അതുപോലെ ഫീസും മറ്റ് ചിലവുകളും ഒക്കെ ആയിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 രൂപയ്ക്കുള്ളിൽ തന്നെ ആ ഒരു കോഴ്സ് ഒരു വർഷം പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ BSc നഴ്സിംഗ് മാത്രമല്ല BSc MLT, അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രിക്, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc
അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുകളൊക്കെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതുപോലെ വിവിധ ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജുകളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാലും അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളാണോ എന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ BScയുടെ മറ്റ് കോഴ്സുകൾ BSc MLT അതുപോലെ തന്നെ മറ്റ് വിവിധ കോഴ്സുകളുണ്ട്. അത് BSc ഡയാലിസിസ് ടെക്നോളജി അതുപോലെ തന്നെ BSc MIT അതുപോലെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനം LBS വെബ്സൈറ്റ് വഴി തന്നെയാണ് നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഏകദേശം +2 റിസൾട്ട് വന്ന ഉടനെ തന്നെ ഇതിൻ്റെ അപേക്ഷ LBS വെബ്സൈറ്റ് വഴി ആരംഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ആവണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ കീമിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു സമയത്ത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് പുതുതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ആ ഒരു സമയത്ത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള ഒരു കാര്യമാണ് അതായത് +2ന് ശേഷമുള്ള കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ITIയിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ആണെങ്കിൽ LBS വെബ്സൈറ്റ് വഴി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ വിവിധ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു കോഴ്സ് മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടൊരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് അതായത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു +2ന് ശേഷം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലാതെ നിങ്ങളോട് ആരെങ്കിലും ഇന്ന കോഴ്സ് പഠിച്ചാൽ നല്ല പെട്ടെന്ന് ജോലി കിട്ടും, അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഈ ഒരു കോഴ്സാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാനും ആ ഒരു കോഴ്സാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊന്നും എടുക്കരുത്. നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അതിന് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.